US അതോറിറ്റീസ് ഒരു പ്രധാന അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഇമിഗ്രേഷൻ ആവശ്യങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ ഫീസ് അടച്ചിരിക്കണം. ഫീസ് ഇല്ലാത്ത അപേക്ഷകൾ സ്വീകരിക്കില്ല. US-ൽ HR-1 റീകോൺസിലിയേഷൻ ബിൽ അനുസരിച്ച് പുതിയ നിയമങ്ങൾ വരികയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഇത് സംബന്ധിച്ച് ഒരു ഫെഡറൽ രജിസ്റ്റർ നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ നിയമം 2025 ജൂലൈ 18 മുതൽ പ്രാബല്യത്തിൽ വരും. HR-1 റീകോൺസിലിയേഷൻ ബിൽ പ്രകാരം പുതിയ ഫീസുകൾ ഈടാക്കാൻ USCIS തീരുമാനിച്ചു. പുതിയ ഫീസുകൾ അടക്കാത്ത ഇമിഗ്രേഷൻ അപേക്ഷകൾ നിരസിക്കപ്പെടുമെന്ന് USCIS അറിയിച്ചിട്ടുണ്ട്. 2025 ജൂലൈ 22-നോ അതിനുശേഷമോ പോസ്റ്റ് മാർക്ക് ചെയ്ത അപേക്ഷകളിൽ പുതിയ ഫീസ് നിർബന്ധമാണ്. ഒരു ചെറിയ കാലയളവ് USCIS നൽകിയിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 21 വരെ പഴയ ഫീസുകളോടുകൂടിയ ഫോമുകൾ സ്വീകരിക്കും. എന്നാൽ അതിനുശേഷം ഒരു ഇളവും ഉണ്ടാകില്ല. തെറ്റായ ഫീസുകളുള്ള ഫോമുകൾ പ്രോസസ്സിംഗ് നടത്താതെ തിരിച്ചയക്കും. USCIS 2025 ജൂലൈ 30-ന് ഫോം G1055 ഫീ ഷെഡ്യൂളിൻ്റെ പുതിയ പതിപ്പ് പുറത്തിറക്കിയിരുന്നു. പുതിയ പതിപ്പിൽ ബയോമെട്രിക് സർവീസ് ഫീ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോം I-765 അപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഫാമിലി റീയൂണിഫിക്കേഷൻ ടാസ്ക് ഫോഴ്സിന് കീഴിൽ ഫയൽ ചെയ്യുന്നവർക്ക് കൂടുതൽ ഫീസുകൾ ഉണ്ടാകും. ഏതെല്ലാം ഫോമുകൾക്കാണ് ഫീസ് ബാധകമാകുന്നത് എന്ന് നോക്കാം. അസ്ലിം അപ്ലിക്കേഷൻ ഫോം I-589-ന് $100 ഫീസ് ഉണ്ട്. അപേക്ഷ തീർപ്പാക്കാതെ കിടക്കുകയാണെങ്കിൽ വാർഷിക ഫീസും നൽകണം. വർക്ക് പെർമിറ്റ് അതായത് ഫോം I-76-ന് ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് $550 ഫീസ്. അസ്ലിം, പരോൾ, TPS എന്നിവയുമായി ബന്ധപ്പെട്ട റിന്യൂവൽ അല്ലെങ്കിൽ എക്സ്റ്റൻഷന് വേണ്ടി $275 മതിയാകും. ഓരോ അപേക്ഷയോടൊപ്പം നിശ്ചിത ഫീസ് അടക്കണം. ഫീസ് ഒഴിവാക്കാൻ അർഹതയുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം. ഫീസ് തെറ്റായി അടച്ചാൽ അപേക്ഷ നിരസിക്കും. ചില ഫോമുകൾക്ക് സാധാരണ ഫീസിന് പുറമെ മറ്റു ഫീസുകളും ഉണ്ടാകും. ഈ അധിക ഫീസുകൾക്ക് ഇളവ് ലഭിക്കില്ല. ഇത് സാധാരണ ഫീസിനോടൊപ്പം പ്രത്യേകമായി അടക്കണം. നിങ്ങളുടെ ഫോമിന് ഫീസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫീസ് ഒഴിവാക്കാൻ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അധിക ഫീസ് നിർബന്ധമായും അടക്കണം. HR-1 നിയമം അനുസരിച്ച് വരുന്ന പുതിയ ഇമിഗ്രേഷൻ ഫീസുകൾ നിലവിലുള്ള ഫീസുകൾക്ക് പുറമെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഫീസും HR-1 ഫീസും വെവ്വേറെ അടക്കണം. DHS ഫീസിന് ഇളവ് ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ ഫോം I-912 അല്ലെങ്കിൽ ഫീസ് ഒഴിവാക്കാനുള്ള അപേക്ഷ HR-1 ഫീസിനോടൊപ്പം സമർപ്പിക്കണം. രാഷ്ട്രീയ അഭയം തേടിയുള്ള അപേക്ഷാ ഫീസ് ഓൺലൈനായി അടക്കാം. ചില ആളുകൾക്ക് ചില ഫോമുകൾക്ക് ഫീസ് ഒഴിവാക്കാൻ അർഹതയുണ്ടാകും. നിങ്ങൾക്ക് ഫീസ് ഇളവ് ലഭിക്കുമോ എന്ന് അറിയാൻ ഫോം I-912 റിക്വസ്റ്റ് ഫോർ ഫ്രീ വേവർ പരിശോധിക്കുക. ഫീസ് ഇളവിന് അർഹതയില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി ഫീസ് അടക്കണം. മിക്ക ഫോമുകൾക്കും ഓൺലൈനായി ഫീസ് ഇളവിനായി അപേക്ഷിക്കാൻ കഴിയില്ല. ഫോം I-912-ൻ്റെ പകർപ്പ് അല്ലെങ്കിൽ ഫീസ് ഇളവിനായുള്ള അപേക്ഷയും ഏത് ഫോമിനാണോ ഇളവ് വേണ്ടത് ആ ഫോമും സമർപ്പിക്കണം. അധിക ഫീസുകൾക്ക് ഒരു കാരണവശാലും ഫീസ് ഇളവ് ലഭിക്കില്ല. എന്നാൽ USCIS നിശ്ചയിച്ച ഫീസിൽ ഇളവ് ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ അധിക ഫീസ് അടക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അപേക്ഷിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. കൃത്യമായി ഫീസ് അടച്ച് നിങ്ങളുടെ അപേക്ഷകൾ സുരക്ഷിതമാക്കുക. ഏറ്റവും പുതിയ വിവരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ഫെഡറൽ രജിസ്റ്ററും USCIS-ൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ USCIS.gov സന്ദർശിക്കുക.